ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിമ്മി അനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു എഗ്ഗ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഒരു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 8 മുട്ട ഇതുപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിൽ നിന്ന് തന്നെ ഒരു 3 മുട്ട എടുത്ത് ഇതുപോലെ ഞാൻ ഉടച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഷാജീരകമാണ്. ഈ ജീരകം ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ബിരിയാണിക്ക് കിട്ടുന്നത്. അതിനുവേണ്ടിയാണ് ഈ ജീരകം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. ഞാനിവിടെ ചേർക്കുന്നത് ഒരു 3 മീഡിയം സൈസ് സവാള ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. ഈ സവാളയും കൂടെ എണ്ണയിൽ കിടന്ന് നല്ലതായിട്ടൊന്ന് വഴണ്ടി വരണം. ഈ സമയത്ത് നമ്മൾ സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള വഴണ്ടി കിട്ടും. ഇപ്പം ഞാനൊരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പം നമ്മുടെ സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ടി വരട്ടെ. കണ്ടേ, ഇപ്പം നമ്മുടെ ഈ സവാള എല്ലാം കൂടെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പൊടികളാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ച് വേണം ഇത് വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാൻ മഞ്ഞൾ പൊടി ഇടാൻ മറന്നുപോയായിരുന്നു, അതാണ് ഞാനിപ്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തത് കേട്ടോ. അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ തക്കാളിയാണ് ഇതുപോലെ അരിഞ്ഞത്. അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ തക്കാളി നമുക്ക് നല്ലതായിട്ടൊന്ന് ഉടഞ്ഞു വരും. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക. ഇതൊട്ടും പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂണ് ചേർത്തിരിക്കുന്നത്. ഇനി അതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കണ്ടതെല്ലാം നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് നമ്മൾ മുമ്പേ പൊടിച്ചു വെച്ചിരുന്ന നമ്മുടെ മുട്ടയില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മുട്ട ബിരിയാണിയിൽ ഇതുപോലെ മുട്ടയൊന്ന് നമ്മൾ ഉടച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളിതുപോലെ മുട്ട ഉടച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്നത് കാഷ്യൂ പേസ്റ്റാണ്. ഞാനിവിടെ ഒരു 10-12 കാഷ്യൂ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് അതിനുശേഷം ഇതുപോലെ അരച്ചെടുത്തതാണ്. അതും കൂടെ നമ്മുടെ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഗ്രേവി നല്ല റിച്ച് ആയിട്ടുണ്ട്. കാഷ്യൂം തൈരും എല്ലാം കൂടെ കൂടി നല്ലൊരു റിച്ച് ആൻഡ് ടേസ്റ്റി ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത്, ഞാനിവിടെ കുറച്ച് സവാള ഇതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ നമ്മൾ ഈ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ടേസ്റ്റാണ് നമ്മുടെ ഈ ഗ്രേവിക്ക് കിട്ടുന്നത്. അതിനുവേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉപ്പ് നോക്കുക. ഉപ്പിന് ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, ഞാൻ അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഗ്രേവിയിലോട്ട് ചേർത്തിരിക്കുന്നത് നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ടയില്ലേ, ആ മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനൊന്ന് വരഞ്ഞിട്ടുണ്ട് ആ മുട്ടയിൽ കൂടെ. ഇനി അത് നമ്മൾ മുട്ടയെല്ലാം പൊട്ടിപ്പോവാതെ ഉടഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞതാണ്, അതും ഇതുപോലെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളം ഇതുപോലെ തിളപ്പിച്ചിട്ട് അതാണിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ വെള്ളം പെട്ടെന്ന് തിളച്ചു വരും. കണ്ടോ, നമ്മുടെ വെള്ളത്തിന് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുന്നുണ്ട്. ഈ മുട്ട നമ്മൾ വെള്ളത്തിലിട്ടതുകൊണ്ട് ഈ മുട്ട പൊട്ടിയൊന്നും പോകത്തില്ല, അതുപോലെ തന്നെ കിടന്നോളും. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ഒന്ന് നല്ലതായിട്ട് തിള വരട്ടെ. ഇപ്പം നമ്മുടെ വെള്ളമെല്ലാം തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. വേണ്ടാന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബസുമതി റൈസ് ലോങ് റൈസ് ആണ് എടുത്തിരിക്കുന്നത്, XXLൻ്റെ. അതാണിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇത് 2 ഗ്ലാസ് അരിയാണ് കഴുകി വെച്ചിരുന്നത്. അതുകൂടെ ചേർത്ത് നമുക്കിനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഈ സമയത്ത് നമ്മളിതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് മൂടി വയ്ക്കാനായിട്ട്. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് സ്വല്പം കുറവായിരുന്നു, അതാണ് ഞാനിപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് മൂടി വെക്കാം. ഞാനിപ്പോൾ ഇതിന് ആദ്യത്തെ 8 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് വേവിച്ചെടുത്താണ്. ഇടയ്ക്ക് ഞാൻ തുറന്നൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇപ്പം ഞാൻ 12 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത് തുറന്നത്. നമ്മുടെ റൈസ് നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. മുട്ടയൊന്നും ഉടഞ്ഞു പോയിട്ടുമില്ല, എല്ലാം കറക്റ്റായിട്ടുണ്ട്. നമുക്കൊരു ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന് പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ ചിക്കൻ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, മുട്ട ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ ചോറൊന്നും ഉടഞ്ഞു പോയിട്ടില്ല, അതുപോലെ തന്നെ മുട്ടയൊന്നും പൊട്ടിയൊന്നും പോയിട്ടില്ല. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഗാർണിഷൂടെ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സവാള വറുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ എഗ്ഗ് ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ആ മുട്ട പൊടിച്ച് ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ വേണ്ടി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.